ചിങ്ങ ഒടുവില് രാഹുദശ തുടങ്ങിയ അഗൗരിക്ക് സ്വാപഹാരകാലം 3 കൊല്ലവും ചില്ലറയും നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നടക്കണം എന്നാ ജാതകത്തില്. രാധേ ആ ചായ ഇങ്ങോട്ട് എടുത്തോളൂ. വട ഇനിയും വേണം. വേണ്ട കൊടുക്കണ്ട, ഗ്യാസാ. അയ്യോ ഗ്യാസോ? അല്ലേ അല്ല, ഒരു 3-4 കൂടി പോരട്ടെ. ഈ ഗ്യാസ് എന്നൊക്കെ പറയണത് വെറും തോന്നല, അതായത് മായ. വ്യക്തമായിട്ട് പറഞ്ഞാൽ മിഥ്യ. ഇംഗ്ലീഷിൽ അയ്യോ. അതെ അതെ, ഈ ഗ്യാസ് കാണാനും കഴിയില്ലല്ലോ, ശരിക്കും മായ തന്നെയാ. പക്ഷേ അനുഭവത്തിൽ അങ്ങനല്ല കാര്യം. ഞാൻ ഗ്യാസിന്റെ കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നേ. അയ്യോ അല്ലേ അല്ല, നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു. നമ്മുടെ വേണുവിന്റെ കാര്യം. നന്ദഗോപാലിന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങോട്ട്, മാഷയുടെ മോള് ഇവിടുന്ന് അങ്ങോട്ട്, പൂമടത്തി തറവാട്ടുകാരുടെ നിങ്ങളുടെ ബന്ധം അങ്ങോട്ട് ഉറക്കട്ടെ. അവനോടൊന്നും ചോദിക്കണ്ടേ? ആ കുട്ടി എന്തായാലും വേണുഗോപാൽ ഇഷ്ടപ്പെടാണ്ട് വരില്ല. പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ. അങ്ങനെ പറഞ്ഞു അയാള്. വേണുവിന്റെ കാര്യം ആദ്യം നന്ദഗോപാലൻ പറഞ്ഞത്. ഗൗരി, നിന്റെ അഭിപ്രായം എന്താ? ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയാണ്ടിരിക്കില്ല, അല്ലേ രാധേ? ഞാൻ പോണു ഗൗരിയെടുത്തേ. ഇതൊരു ഭാഗ്യ, ഈശ്വരാധീനം എന്ന് തന്നെ പറയാം. ഒരു കുടുംബം രക്ഷപ്പെടുക. അവൻ ഇനി ഒരു മുടക്കവും പറയാണ്ടിരുന്നാ മതിയായിരുന്നു. എക്സ്ക്യൂസ് മീ, രാധ ഒന്ന് കാണണമായിരുന്നു. ഉണ്ടോന്ന് നോക്കട്ടെ. രാധ പോയി കേട്ടോ. പോയോ?